നബി എൻ്റെ ഭാര്യ പ്രസവിച്ചു, വൈഫ് പ്രസവിച്ചു. ഇപ്പൊ നമ്മളൊക്കെ ഒരാള് നമ്മുടെ പെങ്ങളോ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയും വൈഫ് പ്രസവിച്ചു, ബോയ്, ബേബി ബോയ്, മാഷാ അല്ലാ, ബേബി ഗേൾ എന്നൊക്കെ പറയും നമ്മൾ. അപ്പൊ ഒരാൾ പ്രസവിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കിതാബിലുണ്ട് അതിന്റെ മസലകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രസവിച്ചു നബിയെ, ഭാര്യ പെറ്റു നബിയെ, കുട്ടി നന്നാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ചോദിക്കുന്നത് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആദ്യം തന്നെ ഈ പ്രസവിച്ച പെണ്ണിന് വേണ്ടി ദ്വാരം കൊടുത്തു, നിന്റെ ഭാര്യയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, പിന്നെ നിനക്കും നിന്റെ കുട്ടിക്കും ബർക്കത്ത് ചെയ്യട്ടെ, മൂന്നാൾക്കും ദ്വാരം കൊടുത്തു. ഇതാണ് ഒരാൾ പ്രസവിച്ചു എന്ന് കേട്ടാൽ ഈമാനുള്ളവർ ചെയ്യേണ്ട കാര്യം. അതാ നമ്മളിതാണോ പെണ്ണോ പെൺകുട്ടിയാണോ സ്വർണ്ണത്തിന് 65,000 ആയേ, നിന്റെ കുട്ടി വലുതാക്കുമ്പോഴേക്ക് 2 ലക്ഷം ആവും, സ്വർണ്ണത്തിന് 1.5 ലക്ഷം ആവും. അങ്ങനെ കെട്ടിക്കും. ഒരു 5 പവൻ കൊടുക്കണേ 7 ലക്ഷം വേണം, ഒരു 10 പവൻ കൊടുക്കണമെങ്കിൽ 15 ലക്ഷം വേണം. ഈ ചങ്ങാതി ഹോസ്പിറ്റലിൽ ബില്ലടക്കാൻ 10,000 രൂപയാണ് കടം കിട്ടുമെന്ന് ഇങ്ങനെ വിളിച്ച് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് സ്വർണ്ണത്തിന് 65,000. അങ്ങനെ പറയാൻ പാടില്ല. ഒരാണോ പെണ്ണോ പ്രസവിക്കുന്നത് അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഒരു വാക്ക് കൊണ്ട് നോവിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. ഇത് ചെയ്യാൻ പാടില്ല. പല ആളുകളും ചെയ്യാറുണ്ട്. വീട്ടിൽ ഭാര്യ 4 എണ്ണം പ്രസവിച്ചത് പെൺകുട്ടിയാണെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ശീലം പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. നീ വാദം മുമ്പൊരിക്കൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള ഒരു സ്റ്റേജിൽ ഇതേ വിഷയം സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾ കല്യാണം കഴിച്ചു 5 പെൺകുട്ടികളായി, 5ാമത്തതും പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇയാൾ ഹോസ്പിറ്റലിലേക്ക് പോലും പോയില്ല, മൈൻഡ് ചെയ്തില്ല. ഈ പെണ്ണിനെ എരുങ്ങാറാക്കി പ്രയാസപ്പെടുത്തി അവസാനം മൊഴി ചൊല്ലി ഡിവോഴ്സാക്കി. ഇയാൾ വേറെ പെണ്ണ് കെട്ടി, അതിലും 2 പെൺകുട്ടികളല്ലത്. സുബ്ഹാനല്ലാഹ്.